ബോഡി കൊണ്ടുവന്ന് ആരോ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയ നിലയിലായിരുന്നു, കൊണ്ടുവന്ന് ട്രാക്കിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയതുപോലായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഇന്നിപ്പോൾ രാവിലെ, അതായത് കഴിഞ്ഞ മാസം 21-ാം തീയതിയിൽ നമ്മുടെ ട്രിവാൻഡ്രം യൂണിറ്റ് FIR ഇട്ടു, CBIയുടെ ട്രിവാൻഡ്രം യൂണിറ്റ്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ അത് പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹൈക്കോടതി പറയുന്നത് ഗൗതത്തിൻ്റെ മരണം ഒരാൾ അങ്ങനെ അത്രയധികം മുറിവേൽപ്പിച്ച ശേഷം ഒരാൾ അവിടെ നിന്ന് 200 കിലോമീറ്ററിലധികം 200 മീറ്ററിലധികം നടന്നു പോവില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് ഇതിൽ CBIക്ക് വിട്ടത് ഈ കേസ്. 2017 ഈ മരണം ഉണ്ടാകുന്നു. 2019 ഇദ്ദേഹം വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. T അസഫ് അലി ആയിരുന്നു, അതായത് നമ്മുടെ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അദ്ദേഹമാണ് ഈ കേസ് വാദിച്ചത്. അദ്ദേഹം വാദിച്ച കേസിലാണ് പിന്നീട് ഈ FIR ഇട്ടത്. ഇപ്പോഴും അവിടുത്തെ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ വലിയ മതിൽക്കെട്ടാണ്, വലിയ മതിൽക്കെട്ട്, ചുറ്റുപാടും വലിയ മതിൽക്കെട്ടുണ്ട്, വലിയ ഗേറ്റാണ്. ഇതിൻ്റെ CCTV ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ്, അതായത് മൊത്തം റൗണ്ട് ചെയ്ത് CCTV വെച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷയിലാണ് ഈ വീടുള്ളത്. ഇവിടെ 2 നായ്ക്കളുണ്ട്. പിന്നെ ഈ വീടിൻ്റെ പുറകുവശത്ത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഈ ഔട്ട് ഹൗസിൽ ഇവരുടെ ഒരു കാര്യസ്ഥനായിട്ടുള്ളൊരു പ്രായമുള്ള മനുഷ്യൻ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത.